എന്റെയും അഖിലിന്റെയും കുറച്ച് തുണി അയൺ ചെയ്യാനുണ്ട്. ഒന്ന് ചെയ്തു തരാമോ? അതെന്താ കാർത്തികേ, ഇസ്തിരി ഇടുന്ന പോലത്തെ ചെറിയ ജോലി പോലും നിനക്ക് ചെയ്യാൻ വയ്യേ? എല്ലാ ജോലിയും വസുവിനെ കൊണ്ട് ചെയ്യിക്കുകയാണോ? നീ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞാലും ഇത്രയും മടിയൊന്നും പാടില്ല. അതെ കാർത്തിക, നിനക്ക് കുറച്ചെങ്കിലും എക്സസൈസ് വേണ്ടേ? എന്നാലേ കുറച്ച് ആരോഗ്യം ഉണ്ടാവും. നിനക്ക് ബുദ്ധിമുട്ടുള്ള ജോലികൾ ഞങ്ങൾ ചെയ്തു തരാം കാർത്തിക. ചെറിയ ചെറിയ ജോലികൾ നീ തന്നെ ചെയ്താ നിനക്കും കുഞ്ഞിനും അത് നല്ലതാണ്. അയൺ ചെയ്യാൻ പറഞ്ഞപ്പോ രണ്ടുപേരും കൂടി എനിക്ക് ക്ലാസ് എടുക്കുകയാണോ? കാണിച്ചു തരാം ഞാൻ. കാർത്തിക പറയുന്ന ഓരോ ജോലിക്കും നീ സമ്മതിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അവളെ വെറുതെ മടിച്ചാക്കണ്ട. അത് അവള് ഗർഭിണിയായിരിക്കുമല്ലേ ചേച്ചി? നീയും ഗർഭിണിയായിട്ടിരിക്കല്ലേ വസു? ആ കാര്യം നീ മറക്കരുത്. അവളുടെ ആരോഗ്യം മാത്രമല്ല, നിന്റെ ആരോഗ്യം കിച്ചണിൽ നിന്ന് വസുവേട്ടത്തി എന്തിനാ അഭിയേട്ടനോട് സംസാരിച്ചോണ്ട് നിൽക്കുന്ന? രണ്ടുപേരും കൂടി ചേർന്ന് എന്നെ കുറ്റം പറയുകയാണോ? നിങ്ങൾക്ക് ഞാൻ വച്ചിട്ടുണ്ട്. ഇഡ്ഡലി മൊത്തം കരിയിച്ചു കളഞ്ഞാലോ? ആഹാ, അതിനേക്കാളും വലുതായി എന്തെങ്കിലും ചെയ്യണം. കുക്കർ ബോംബ് പോലെ പൊട്ടിത്തെറിപ്പിച്ചാലോ? സൂപ്പർ ഐഡിയ. കുക്കറിലുള്ള വെള്ളം മൊത്തം പുറത്തു കളഞ്ഞ് എംടി കുക്കർ വെച്ചാ പൊട്ടിത്തെറിച്ചോളൂ. ചെറിയ ടെൻഷൻ ഉണ്ട് ഏട്ടാ. അതിനൊന്നും ആവശ്യമില്ല. ടെൻഷൻ അടിക്കേണ്ട വസു. ഇന്നത്തോടെ നിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറും. അമ്മേ, അമ്മേ, എന്താടി ഇത്? ഇസ്തിരി ഇടാനായിട്ട് നീ വസുവിനോട് പറഞ്ഞോ? ഞാൻ പറഞ്ഞു, ചെയ്യില്ലത്രേ. ആ, എന്ത് ധൈര്യം ഉണ്ടായിട്ടാ? നീ ചെന്ന് അമ്മായിയോട് പറ. ഞാൻ പറയില്ല, കുക്കർ കൊണ്ട് പറയിക്കും. എന്തെന്ന്? കാക്കയെ കൊണ്ട് പറയുകയെന്നോ? കാക്കയല്ല ആന്റി, കുക്കർ. കുക്കർ. ആ, കുക്കർ വെച്ച് നീ എന്ത് പറയിപ്പിക്കാനാ? വെയിറ്റ് ചെയ്യൂ, കുറച്ചു കഴിയുമ്പം ആന്റിക്ക് തന്നെ മനസ്സിലാവും.
നിങ്ങളുടെ മകനെ നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ രണ്ടാമത്തെ മരുമകൾ ഇനി ഒരിക്കലും ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പാടില്ല. ഇത് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടാവണം. വീട്ടിലുള്ള ആരോടും പറയാൻ പാടില്ല. ഈ ചോദ്യം നീ ചോദിക്കുന്നതാണോ അതോ വസു നിന്നെ കൊണ്ട് ചോദിപ്പിക്കുന്നതാണോ? രണ്ട്. ഞാനാണ് അമ്മ ചോദിക്കുന്നത്. നീ എന്താ അങ്ങനെ ചോദിക്കുന്നത് അബി? ഒരു കാരണമുണ്ട് അമ്മേ. എന്ത് കാരണോ അത്? ആദ്യം അമ്മ ഇതിന് ഉത്തരം പറഞ്ഞേ. നിങ്ങൾക്ക് 3 കുട്ടികൾ ഉള്ളതല്ലേ, വീണ്ടും എന്തിനാ കുട്ടികള്? 3 കുട്ടികളുണ്ടെങ്കിൽ വീണ്ടും എന്താ? കുഞ്ഞിനെ പറ്റി എന്താ പറയുന്നേ? ഒന്ന് നിക്കല്ലേ, ഇനി ഒരു വിസിലും കൂടെ കേട്ടാ എല്ലാം പൊട്ടിത്തെറിക്കും. ആ പൊട്ടിത്തെറിക്കുന്നോ? ആ ഞാൻ പറയാൻ പോകുന്ന കാര്യം അമ്മ പറയാൻ പോകുന്ന പറയടാ. ഞാനും വസുന്ധരയും ഒരു അബി, അയ്യോ ഏട്ടാ, അബി നിനക്കൊന്നും പറ്റിയില്ലല്ലോ? ഐ എം ഫൈൻ. ഐ എം ഓക്കെ വസുന്ധര. എന്തോ പൊട്ടിത്തെറിന്നൊക്കെ പറഞ്ഞു. അത് ഇതായിരുന്നോ? അതെ, ഭാവനേട്ടത്തിയും വസുവേട്ടത്തിയും എന്നെ ഇൻസൾട്ട് ചെയ്തു. അവനെ അമ്മയെ കൊണ്ട് വഴക്ക് പറയിപ്പിക്കാൻ ഞാൻ ആ കുക്കർ ബ്ലാസ്റ്റ് ചെയ്യിപ്പിച്ച്. കുക്കറില് എന്താ വെച്ചിരുന്നത് ഭാവനെ? സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി പരിപ്പ് വച്ചിരുന്നു അമ്മേ. കുക്കർ ആരാ വെച്ചത്? വസുവേട്ടത്തിയാ വെച്ചത്. ശരിയായിട്ട് അടയ്ക്കാതെയാണോ വന്നത്? ശരിക്കും അടച്ചിരുന്നു അമ്മേ. ശരിക്കും അടച്ചിരുന്നെങ്കിൽ കുക്കർ എങ്ങനെ പൊട്ടിത്തെറിക്കായിരുന്നോ? ആ, വസുവേട്ടത്തി ചിലപ്പോ കുക്കറിൽ വെള്ളം ഒഴിക്കാൻ മറന്നുപോയി കാണും. വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കാർത്തിക. വെള്ളം ഒഴിച്ചിരുന്നെങ്കിൽ 3 വിസിലില് ആ വെള്ളമൊക്കെ അങ്ങ് ആവിയായി പോയോ? ഇപ്പൊ വസുവിന്റെ ശ്രദ്ധ മുഴുവൻ വേറെ ഏതോ ലോകത്തിലാ എടുത്തി. യോഗയും ആസനങ്ങളും എന്തൊക്കെയോ ചെയ്തോണ്ടിരിക്കുക. എന്താ ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ടാണോ വസു നീ ഇതെല്ലാം ചെയ്യുന്നത്? അല്പം മാറിയിരുന്നെങ്കിൽ അബിക്ക് എന്തു വലിയ ആപത്ത് സംഭവിച്ചേനെ. നിനക്ക് എന്താ ഇത്ര അശ്രദ്ധ? ഇത് ചെറിയൊരു ആക്സിഡന്റ് ആണ് അമ്മേ. ബൈ മിസ്റ്റേക്ക് നടന്നതായിരിക്കും. വിട്ടേക്ക്. അതെങ്ങനെ അബി വിടുന്നേ? നിന്നോട് ഞാൻ എത്ര തവണയാ പറയേണ്ടത് കുഞ്ഞുങ്ങളുടെ കാര്യം വീണ്ടും വീണ്ടും പറയരുതെന്ന്? അതല്ല അമ്മേ. വേണ്ട അബി, നീ വേറൊന്നും പറയണ്ട. നിങ്ങൾക്ക് വീണ്ടും ഇനി കുട്ടികൾ വേണ്ട. അങ്ങനെ ഒരു സംസാരം ഈ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല. എന്തിനെ, എന്തുകൊണ്ട് എന്നൊന്നും ചോദിക്കരുത്. എന്റെ അടുത്ത് അതിനുള്ള ഉത്തരവില്ല. ഉണ്ടെങ്കിലും പറയില്ല. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, നിങ്ങൾക്ക് ഇപ്പോഴുള്ള കുട്ടികൾ മതി. ഏതൊരു ചുറ്റുപാടിലും ആര് പറഞ്ഞാലും ശരി, നിങ്ങൾക്ക് വീണ്ടും കുട്ടികൾ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവുന്നത് എനിക്കിഷ്ടമല്ല. ഇതാണ് ലാസ്റ്റ് വാണിംഗ്. അമ്മേ, ഈ ഒരു കാര്യത്തെപ്പറ്റി ഇനി ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല. ദയവ് ചെയ്ത് എന്നെ വിഷമിപ്പിക്കരുത്. അമ്മേ.
അബി പോയി വസുവിനെ സമാധാനിപ്പിക്കേ. എടി കാർത്തികേ, നീ സാധാരണ കാര്യമല്ല ചെയ്തത്. എല്ലാരെയും പേടിപ്പിച്ചില്ലേ? അമ്മായി അമ്മയെ ഭയപ്പെടുത്തി നീ ആകെ വിരട്ടിക്കളഞ്ഞല്ലേ? ആ ഞാനൊരു ചെറിയ പ്ലാൻ ഇട്ടതാ ആന്റി. അത് ഇത്രയും വലിയൊരു ട്വിസ്റ്റ് ആവുമെന്ന് ഞാൻ അറിഞ്ഞില്ല. മൊത്തത്തില് നല്ല വഴക്കാ വസുവേട്ടത്തേക്ക് കിട്ടിയത്. ഞാനിപ്പോ വളരെ ഹാപ്പിയാ. അതിരിക്കട്ടെ, അബി കുഞ്ഞിനെ പറ്റി നിന്റെ അമ്മായിയോട് എന്തു പറയാനാ വന്നേ? എനിക്കറിയില്ലെന്ന് 100 തവണ പറഞ്ഞതല്ലേ. ആന്റി എന്നെ കണ്ടുപിടിക്ക. എന്താ ആന്റി വളരെ സീരിയസ് ആയിട്ട് ആലോചിച്ചോണ്ട് നിക്കുന്നേ? അല്ലടി, ഈ വീട്ടിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അതല്ലേ വലിയൊരു സീൻ ഇപ്പൊ കഴിഞ്ഞത്. അങ്ങനെയല്ലടി, ഈയിടെയായിട്ട് ആ വസുവിന് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. വസുവിന് ഭാവനയാണ് എല്ലാ ജോലിയും ചെയ്തു കൊടുക്കുന്നത്. പിന്നെ ഉണ്ണി വസുവിന് യോഗയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു. ആ പിന്നെ അബി ആ വസുവിനെ ഇപ്പൊ നന്നായിട്ട് നോക്കുന്നുണ്ട്. മാത്രമല്ല അബിയും വസുവും നിന്റെ അമ്മായി അമ്മയോട് കുട്ടികളെ പറ്റി എന്തൊക്കെയോ പറയണോന്ന് വിചാരിക്കുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്ത. ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോ ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ടെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല ആന്റി. ആന്റി ആവശ്യമില്ലാതെ ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നത്. നീ പോടി. അതല്ല, തീർച്ചയായിട്ടും എന്തൊക്കെയോ മിസ്റ്ററി ഉണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. ദേ നോക്ക്, നീ പോയി റെസ്റ്റ് എടുക്ക് പോ. വസുവിന്റെ മുറി ചെന്ന് നോക്കിയ എന്തെങ്കിലുമൊക്കെ തെളിവുകൾ കിട്ടും. ഈ മുറിക്കകത്ത് ആരെയും കാണുന്നില്ലല്ലോ. മുറിക്കകത്തൊന്നുമില്ല. പിന്നെ എങ്ങനെ കണ്ടുപിടിക്കും?
എന്താ അത്? വസുവിന്റെ പേരാണല്ലോ. ഇന്നലത്തെ ഡേറ്റ് ഇട്ടിരിക്കുന്നേ. അപ്പോ ഇന്നലെ വസു ആശുപത്രി പോയിട്ട് വന്നിരിക്കുകയാണല്ലേ? അതിന് അവക്കെന്താ ഇപ്പൊ കുഴപ്പം? മെഡിക്കൽ ഷോപ്പ് പോയി ഈ പ്രിസ്ക്രിപ്ഷൻ കാണിച്ച ഇതെന്തിനാന്നറിയാം. ആ, ഉടനെ അത് ചെയ്യണം. ഇതെന്താ അമ്മമ്മ അമ്മയുടെ റൂമിൽ നിന്ന് പുറത്തു വരുന്നത്? അമ്മ അതിന് റൂമിലില്ലല്ലോ. അയ്യോ, എന്നെ ആരും കണ്ടില്ലല്ലോ. ഉടനെ മെഡിക്കൽ ഷോപ്പ് പോയി കാര്യം എന്താണെന്ന് മനസ്സിലാക്കണം. ഈ പ്രിസ്ക്രിപ്ഷൻ ബാഗിൽ വെച്ച് കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ എവിടെയും കളഞ്ഞു പോകും. അമ്മയുടെ പ്രിസ്ക്രിപ്ഷൻ മെഡിക്കൽ ഷോപ്പിൽ അത് കാണിച്ചാൽ അമ്മ പ്രഗ്നന്റ് ആണെന്ന് അമ്മമ്മയ്ക്ക് മനസ്സിലാവുമല്ലോ. ഇക്കാര്യം എത്രയും വേഗം അമ്മയെ അറിയിക്കണം. അമ്മേ അമ്മേ, അമ്മമ്മ മരുന്നിന്റെ പ്രിസ്ക്രിപ്ഷനും എടുത്തോണ്ട് മെഡിക്കൽ ഷോപ്പിലേക്ക് പോയിരിക്കുക. മെഡിക്കൽ ഷോപ്പിലെ പ്രിസ്ക്രിപ്ഷൻ കാണിച്ചാൽ നീ പ്രഗ്നന്റ് ആണെന്ന് ഇളയമ്മയ്ക്ക് മനസ്സിലാകും വസു. എങ്ങനെയെങ്കിലും അത് തടയണം. ഇളയമ്മ അത് കൊണ്ടുപോയിട്ട് എത്ര നേരമായി ഉണ്ണി? ഇപ്പൊ പോയതേ ഉള്ളമ്മേ. നമ്മുടെ വീടിനടുത്ത് മെഡിക്കൽ ഷോപ്പ് ഒന്നും ഇല്ലല്ലോ ചേച്ചി. അപ്പൊ ഓട്ടോ പിടിച്ച് മെയിൻ റോഡിൽ പോയേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ അതിനിടയ്ക്ക് നമുക്ക് ഇളയമ്മ കണ്ടുപിടിക്കാം. അതെങ്ങനെയാ വസു? പ്രിസ്ക്രിപ്ഷനെ പറ്റി ചോദിച്ചാ ഇളയമ്മ അറിയില്ലെന്നല്ലേ പറയുള്ളൂ. ആ ചേച്ചി, എനിക്കൊരു ഐഡിയ തോന്നുക. എന്താ വസു അത്? ആ ശരി വസു, ഇറങ്ങിക്കോ. ഒന്ന് പെട്ടെന്ന് പോവോ? വളരെ അർജന്റാ. പോവല്ലേ ചെയ്യുന്നത്. ഇനി ഈ സ്പീഡിൽ പോവുകയാണെങ്കിൽ പോലീസുകാർ പിടിച്ച് കേസെടുക്കും മാഡം. ഇത് എങ്ങനെയുണ്ട്? ഈ ഗെറ്റപ്പില് നിങ്ങളെ കണ്ട അറബികളെ പോലെ തന്നെ ഉണ്ട്.
അയ്യോ ദേ ഇളയമ്മ വരുന്നുണ്ട്, പെട്ടെന്ന് പൊക്കോ.